Hello learners, welcome back to Learn with Vidya. Many students feel that active and passive voice is very confusing, especially during exams. But if you understand just 10 easy rules, this topic will become very simple. So, in this video, I will explain active and passive voice step by step with easy examples and Malayalam explanation support. So please watch till the end because the last rule is very important for exams. Without wasting time, let's get into the video. So, rules പറയുന്നതിന് മുന്നേ we have to know the basic structure of active and passive voice. Active voice, the structure is subject plus verb plus object. ഓക്കെ, നമ്മളൊരു ഡെയിലി ലൈഫിൽ പറയുന്ന മെജോറിറ്റി ഓഫ് സെൻറ്റൻസും ആക്റ്റീവ് വോയിസിലാണ്. അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറിലാണ് ഉള്ളത്. ഇനി എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡുവർ ഓഫ് ദ ആക്ഷൻ ആണ്. ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അവരാണ് സബ്ജക്റ്റ്. ഓക്കെ, ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനാണ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനാണ് വെർബ്. അപ്പൊ നമുക്ക് സബ്ജക്റ്റും കിട്ടി, വെർബും കിട്ടി. ഇനി എന്താണ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ഫൈൻഡ് ചെയ്യുക? ഹൗ ടു ഫൈൻഡ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്? അതിന് ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നിങ്ങൾ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെയും കൂടെ വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഷീ റോട്ട് എ ലെറ്റർ. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന സെൻറ്റൻസ്. ഷീ റോട്ട് എ ലെറ്റർ. അപ്പൊ ഷീ എന്താണ്? ഷീ ആണ് സബ്ജക്റ്റ്, കാരണം ഷീ ആണ് ആക്ഷൻ ചെയ്യുന്നത്. ഇനി റോട്ട് എന്താണ്? റോട്ടാണ് വെർബ്, കാരണം സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആണ് റോട്ട്. അപ്പൊ നമുക്ക് സബ്ജക്റ്റും കിട്ടി, വെർബും കിട്ടി. ഇനി ഷീ റോട്ട് വാട്ട്. വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു. ഷീ റോട്ട് വാട്ട്. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ടോ? യെസ്, വി ഗോട്ട് ആൻ ആൻസർ. ഷീ റോട്ട് എ ലെറ്റർ. സോ ആൻസറായി കിട്ടുന്നത് എന്താണോ അതാണ് ഒബ്ജക്റ്റ്. ഷീ റോട്ട് എ ലെറ്റർ. സോ ലെറ്റർ ആണ്, എ ലെറ്റർ ആണ് ഒബ്ജക്റ്റായി വരുന്നത്. ഇനി വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. വാട്ട് മാത്രമല്ല, മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു സെൻറ്റൻസ് ആദ്യം പറയാം. സെൻറ്റൻസ് ഈസ് ഹീ ലൈക്സ് ഹെർ. ഹീ ലൈക്സ് ഹെർ. ഈ സെൻറ്റൻസിൽ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്? ഹീ ആണ് ആക്ഷൻ ചെയ്യുന്നത്. സോ ഹീ ആണ് സബ്ജക്റ്റ്. അവൻ ചെയ്യുന്ന ആക്ഷൻ എന്താണ്? ലൈക്സ് ആണ്. സോ ലൈക്സ് ആണ് വെർബ്. സോ ഹീ ലൈക്സ് വാട്ടല്ല, ഹീ ലൈക്സ് ഹൂ ഓർ ഹും എന്നുള്ള ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. ഹീ ലൈക്സ് ഹും, ഹീ ലൈക്സ് ഹെർ. സോ അപ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സോ ഹെർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ വേർഡിലൂടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാം. ഒന്ന് വാട്ട്, അല്ലെങ്കിൽ ഹൂ ഓർ ഹും. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ പ്രത്യേകിച്ച് പറയുന്നത്, എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാകുമല്ലോ എന്ന്. എന്നാൽ എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഞാനൊരു സെന്റൻസ് പറയാം. ഷീ സാങ് സ്വീറ്റ്ലി. ഷീ സാങ് സ്വീറ്റ്ലി. ഇതില് ഷീ എന്ന് പറയുന്നത് ആക്ഷൻ ചെയ്യുന്ന ആളാണ്, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് ആണ്. സാങ് എന്ന് പറയുന്നത് അവൾ ചെയ്ത ആക്ഷൻ ആണ്, സോ വേർബ് ആണ്. ഷീ സാങ് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നില്ല. ഷീ സാങ് ഹൂ ഓർ ഹും എന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ കിട്ടുന്നില്ല. സോ അതിനർത്ഥം ആ സെന്റൻസിൽ അവിടെ ഒബ്ജക്റ്റ് ഇല്ല എന്നാണ്. സോ എല്ലാ സബ്ജക്റ്റിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ നോക്കാം. ഒബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ്
V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇത് ഓരോന്ന് ഇപ്പം നമുക്ക് ഒബ്ജക്റ്റിനെ മാത്രമേ അറിയുള്ളൂ അല്ലേ? പാസീവ് വോയിസിലെ സ്ട്രക്ചറിൽ ഒബ്ജക്റ്റിനെ മാത്രമേ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇനി നമ്മൾ റൂൾസ് പഠിക്കുമ്പോൾ കൂടെ പഠിക്കും. ഓക്കെ, അപ്പോൾ 10 റൂൾസ് ഉണ്ട്. ഈ 10 റൂൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൂൾസ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതിന് മുന്നേ നിങ്ങൾ ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പറും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് റൂൾ. റൂൾ നമ്പർ 1, സെൻറ്റൻസ് മസ്റ്റ് ഹാവ് ആൻ ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേ ഉള്ളൂ ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് നിങ്ങളോട് പാസീവിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് പോയി ചെക്ക് ചെയ്യണം. ഓക്കെ, നോട്ട് ഓൾ സെൻറ്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു പാസീവ് വോയിസ്. സെൻറ്റൻസസ് മസ്റ്റ് ഹാവ് ആൻ ഒബ്ജക്റ്റ്. ഓൺലി സെൻറ്റൻസസ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു പാസീവ് വോയിസ്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാസീവിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഷീ എയ്റ്റ് ആൻ ആപ്പിൾ. സോ ഞാൻ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, എയ്റ്റ് എന്ന് പറയുന്നത് വേർബ് ആണ്. ഷീ എയ്റ്റ് വാട്ട്? ഷീ എയ്റ്റ് ആൻ ആപ്പിൾ. വി ഗോട്ട് ആൻ ആൻസർ. ദാറ്റ് മീൻസ് പാസീവ് ഈസ് പോസിബിൾ. പോസിബിൾ ആണ്, കാരണം നമുക്ക് ഒബ്ജക്റ്റിനെ കിട്ടി. അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ഹീ സ്ലീപ്സ്. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഹീ സ്ലീപ്സ് വാട്ട് എന്നോ ഹീ സ്ലീപ്സ് ഹൂ എന്നോ ഹീ സ്ലീപ്സ് ഹും എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇല്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഒബ്ജക്റ്റ്. സോ പാസീവ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ നിങ്ങൾ പാസീവിലേക്ക് ആക്കാൻ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പാസീവ് പോസിബിൾ അല്ല. സോ ഫസ്റ്റ് റൂള്, നോ ഒബ്ജക്റ്റ് നോ പാസീവ്. നിങ്ങളിങ്ങനെ ഫുൾ റൂളായിട്ട് നോട്ട് ചെയ്യണം എന്നില്ല. നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഷോർട്ടായിട്ടുള്ളതൊന്ന് നോട്ട് ചെയ്താൽ മതി. നോ ഒബ്ജക്റ്റ് നോ പാസീവ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. സോ ഫസ്റ്റ് റൂള് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് റൂൾ. റൂൾ നമ്പർ 2, ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ്. ഇൻ പാസീവ് വോയിസ് ദി ഒബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ് വോയിസ് ബിക്കംസ് ദ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്റ്റീവ് വോയിസ് കണ്ടപ്പോൾ സ്ട്രക്ചർ പഠിച്ചു. SVO ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഓയുടെ സ്ഥാനം ഏറ്റവും അവസാനമാണ് അല്ലേ? SVO, ഓ ഏറ്റവും അവസാനമാണ്. പക്ഷേ പാസീവ് വോയിസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക, ഒബ്ജക്റ്റിനെ നേരെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് പൊസിഷൻ ഒബ്ജക്റ്റിന് കൊടുക്കണം. അതാണ് സെക്കൻഡ് റൂള്. ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ് ഇൻ പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട മെത്തേഡ് ക്ലിയർ ആയല്ലോ. ആദ്യം പോയി ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക, ഒബ്ജക്റ്റിനെ നേരെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ റൂൾ നമ്പർ 2 കംപ്ലീറ്റ് ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ അവിടെ ഞാൻ തന്നിട്ടുണ്ട്. ഷീ ഈസ് റീഡിങ് ദ ബുക്ക്. ഷീ ഈസ് റീഡിങ് ദ ബുക്ക്. ഷീ ഈസ് റീഡിങ് വാട്ട്? ഷീ ഈസ് റീഡിങ് ദ ബുക്ക്. സോ ദ ബുക്കാണ് ഒബ്ജക്റ്റ്. നേരെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ പ്ലേസിലേക്ക് കൊണ്ടുവരാം, അതായത് ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം. പാസീവിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? ദ ബുക്ക് ഈസ് ബീങ് റെഡ്. ദ ബുക്ക് ഈസ് ബീങ് റെഡ്. ബാക്കിയുള്ള ഈസ് ബീങ് റെഡ് എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ബുക്ക് എന്നുള്ളത് ആദ്യം വരണമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് റൂള് ക്ലിയർ ആണല്ലോ. എന്താണ് സെക്കൻഡ് റൂള്? ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ മെമ്മറിയിലേക്ക് ഞാൻ പറഞ്ഞ ഈ 2 റൂൾസും നിങ്ങളുടെ മെമ്മറിയിലേക്ക് നിങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ, അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു ഓർഡറിൽ ചെയ്യണം. ആദ്യത്തെ 2 റൂൾസും ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ആദ്യത്തെ 2 റൂൾസും ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ റൂൾ എന്താണ്? നോ ഒബ്ജക്റ്റ് നോ പാസീവ്. രണ്ടാമത്തെ റൂൾ എന്താണ്? ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ്. അപ്പോൾ 2 റൂളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു ദ റൂൾ നമ്പർ 3. റൂൾ നമ്പർ 3 ഈസ് verb changes not tense. ഓക്കെ, നിങ്ങൾ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ടെൻസ്, ആ സെൻറ്റൻസിൻ്റെ ടെൻസ് ചേഞ്ച് ആകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു സെൻറ്റൻസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ പാസീവ് വോയിസും പ്രസന്റ് ടെൻസിലാണ്. ആക്റ്റീവ് വോയിസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ പാസീവ് വോയിസും പാസ്റ്റ് ടെൻസിലാണ്. സെയിം ടെൻസ് തന്നെ ആയിരിക്കും.
ഓക്കെ, കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ പാസീവ് വോയിസും കണ്ടിന്യൂസ് ഫോം ആണ്. പെർഫെക്റ്റ് ഫോം ആണെങ്കിൽ പാസീവ് വോയിസും പെർഫെക്റ്റ് ഫോം ആണ്. ടെൻസിന് മാറ്റം വരുന്നില്ല. അപ്പം ടെൻസിന് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ആദ്യം ടെൻസ് അറിഞ്ഞിരിക്കണം. ടെൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതല്ല ടെൻസ് അറിയില്ല എങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇനി അടുത്തത് എന്തൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോസ് വേണമെന്ന്. സോ ഞാൻ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ടെൻസിനൊന്നും ഒരു മാറ്റം വരുന്നില്ല, വെർബ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ദ ടെൻസ് നെവർ ചേഞ്ചസ്, ഓൺലി ദ വെർബ് ഫോം ചേഞ്ചസ്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ തന്നിരിക്കുന്നത് നോക്കിയേ. ഷീ കുക്ക്ഡ് ദ ലഞ്ച്. ഷീ കുക്ക്ഡ് ദ ലഞ്ച്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഇതിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കിയപ്പോൾ ദ ലഞ്ച് വാസ് കുക്ക്ഡ് ബൈ ഹർ. ഓക്കെ, ദ ലഞ്ച് വാസ് കുക്ക്ഡ് ബൈ ഹർ. ആദ്യത്തെ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ഏത് ടെൻസിലാണ്? അത് പാസ്റ്റ് ടെൻസിലാണ്. എങ്ങനെയാ പാസ്റ്റ് ടെൻസ് ആണെന്ന് കണ്ടുപിടിച്ചത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. എങ്ങനെയാ കണ്ടുപിടിച്ചത്? കുക്ക്ഡ് എന്നുള്ളൊരു വാക്കുണ്ട്, ഇ ഡി ഫോം ഉണ്ട്. ഇ ഡി ഫോം വന്നാൽ അതിനർത്ഥം അത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ അതിനെ പാസീവിലേക്ക് ആക്കിയപ്പോൾ വീണ്ടും അതെന്ത് ടെൻസിൽ തന്നെയാണ്? വീണ്ടും അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. വാസ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വാസ് കുക്ക്ഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. സോ അവിടെ എന്തിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? ടെൻസിന് ചേഞ്ച് വന്നിട്ടില്ല, വെർബിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. കുക്ക്ഡ് എന്നതിൻ്റെ കൂടെ വാസ് കുക്ക്ഡ് എന്നായി അല്ലേ? അപ്പോൾ ടെൻസിന് ചേഞ്ച് വന്നില്ല, വെർബാണ് ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഈ റൂൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ് മീൻസ് ടെൻസ് റിമെയിൻസ് ദ സെയിം ബട്ട് ദ വെർബ് ചേഞ്ചസ്. അതാണ് തേർഡ് റൂള്. ഇനി ഫസ്റ്റ് റൂള് തുടങ്ങി നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാനായിട്ട് നോക്കിയേ. ഫസ്റ്റ് റൂൾ എന്താണ്? നോ ഒബ്ജക്റ്റ് നോ പാസീവ്. സെക്കൻഡ് റൂൾ ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ്. ആദ്യത്തെ രണ്ടെണ്ണം ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് വേർബുമായി ബന്ധപ്പെട്ടതാണ്. വേർബ് ചേഞ്ച് ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ റൂളും വേർബുമായി ബന്ധപ്പെടുന്ന ഒരു റൂളാണ്. ലെറ്റ്സ് മൂവ് ടു റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4, ഓൾവേസ് യൂസ് V3 ഫോം ഓഫ് ദ വേർബ്. Okay, that means past participle. In passive voice, we always use V3 form of the verb. അപ്പോൾ എന്താണ് ഈ V3 എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കുന്നതാണ്. എന്താണ് V3 എന്ന് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ റിട്ടൺ ആണ് V3 എന്ന് പറയുന്നത് അല്ലേ? വേർബിന് ഇങ്ങനെ ഫോംസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ റിട്ടൺ ആണ് V3. ഈറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. അപ്പോൾ ഈറ്റൻ ആണ് V3 എന്ന് പറയുന്നത്. ഡ്രിങ്ക് ആണെങ്കിൽ എന്താണ്? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. അപ്പോൾ ഡ്രങ്ക് ആണ് V3 എന്ന് പറയുന്നത്. മേക്ക് ആണെങ്കിൽ മേക്ക്, മെയ്ഡ്, മെയ്ഡ്. അപ്പം മെയ്ഡ് ആണ് V3 എന്ന് പറയുന്നത്. പാസീവ് വോയിസിൽ നമ്മൾ വേറൊരു വെർബും അന്വേഷിച്ച് പോകേണ്ട, V3 ഫോം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസീവ് വോയിസിൽ V3 ഫോം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ പാസീവിൻ്റെ സ്ട്രക്ചർ ഒബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് V3 ആണെന്ന്. ആ V3 മാത്രമാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്. വേറെ V1 V2 പാസീവ് വോയിസിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, V3 ഈസ് കമ്പൽസറി. സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ കുക്ക്ഡ് ദ ലഞ്ച്. അത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി അത് പാസീവിലേക്കായപ്പോൾ അതെന്തായി? ദ ലഞ്ച് വാസ് കുക്ക്ഡ് ബൈ ഹർ. അപ്പോൾ കുക്ക്ഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും മിസ് ചെയ്ത് കുക്ക്ഡിന് വേറെ മാറ്റമൊന്നും വന്നില്ലല്ലോ എന്ന്. കുക്ക്ഡ് മാറ്റം വരാത്തത് കുക്കിൻ്റെ V2 V3 സെയിം ആയതുകൊണ്ടാണ്. ഓക്കെ, കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. കുക്കിൻ്റെ V2 V3 സെയിം ആയതുകൊണ്ടാണ് അവിടെ മാറ്റമൊന്നും വരാതിരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷീ എയ്റ്റ് ആൻ ആപ്പിൾ എന്നായിരുന്നു എങ്കിൽ എന്തായാനെ? എയ്റ്റ് എന്നുള്ളത് ഈറ്റൻ എന്നായാനെ. ഓക്കെ, V3 ഫോം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ V3 അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് V3 ഫോംസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് എക്സാമിന് നല്ലതായിരിക്കും. ഓക്കെ, അതൊക്കെ ജനറലായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഫോർത്ത് റൂള് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. V3 ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. വേറെ V1 V2 ഒന്നും ഉപയോഗിക്കാൻ പാടില്ല.
അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് റൂളിലേക്ക് പോകാം. റൂൾ നമ്പർ 5. റൂൾ നമ്പർ 5, ഹെൽപ്പിംഗ് വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ടെൻസ്. നമ്മൾ നേരത്തെ ആദ്യം തന്നെ പാസീവിന്റെ സ്ട്രക്ചർ പഠിച്ചു. എന്താണ് സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്ത് നോക്കിയേ. ഒബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് V3 ആണ്. ഒബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് V3. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഹെൽപ്പിംഗ് വെർബിനെ എങ്ങനെ കണ്ടുപിടിക്കും, എവിടെ നിന്ന് കൊണ്ടുവന്ന് എഴുതണം എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ ടെൻസ് അനുസരിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, ദ ഹെൽപ്പിംഗ് വെർബ് ഇൻ പാസീവ് വോയിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെൻസ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്തായിരിക്കാം? ഈസ് ഓർ ആം ഓർ ആർ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈസ് ഓർ ആം ഓർ ആർ. ഈ ഈസും ആമും ആറും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. സിംഗുലർ ആണെങ്കിൽ ഈസ് കൊടുക്കണം, പ്ലൂറൽ ആണെങ്കിൽ ആറ് ചേർക്കണം, ഇനി ഐ ആണെങ്കിൽ ആമു ചേർക്കണം. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഹെൽപ്പിംഗ് വെർബ് വാസോ വെയർ ആണ്. പാസ്റ്റ് ടെൻസിൽ എന്താണ്? വാസോ വെയർ ആണ്. ഇനി പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാ തിരിച്ചറിയുക? പെർഫെക്റ്റ് ടെൻസ് തിരിച്ചറിയാനായിട്ട് ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് അവിടെ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളൊരു സെൻറ്റൻസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ വായിച്ചു നോക്കണം, ഇത് ഏത് ടെൻസിലാണ് എന്ന് വായിച്ചു നോക്കണം. അപ്പം നിങ്ങൾ ടെൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് വെർബ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾ ഈസ് ഓർ ആം ഓർ ആർ സെലക്ട് ചെയ്ത് എഴുതുക. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ഓർ വെയർ ചേർക്കുക. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ബീൻ ചേർക്കുക. ഇനി ഫ്യൂച്ചർ ആണെങ്കിൽ, ഫ്യൂച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക? വിൽ ഓർ ഷാലോ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഫ്യൂച്ചർ ആണെന്നാണ്. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ബി ചേർക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഷീ വിൽ ഫിനിഷ് ദ വർക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതെന്ത് ടെൻസിലാണ്? വില്ല് വന്നത് കൊണ്ട് അത് ഫ്യൂച്ചർ ടെൻസിലാണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ഹർ എന്നാവും. ദ വർക്ക് ആദ്യം വരാൻ കാരണം അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇനി വില്ല് വിൽ ബി ആവും. ഫിനിഷിന്റെ V3 ഫിനിഷ്ഡ് ആണ്. ഫിനിഷ്ഡ്. അപ്പോൾ ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ഹർ. ഓക്കെ, അപ്പൊ ടെൻസ് നോക്കുക. ടെൻസിനനുസരിച്ച് ഹെൽപ്പിംഗ് വെർബ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ടെൻസ് ഡിസൈഡ്സ് ദി ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, അപ്പോൾ 5th റൂളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ റൂൾ ഒടുങ്ങി നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുവാണെങ്കിൽ, ഫസ്റ്റ് റൂൾ ഈസ് നോ ഒബ്ജക്റ്റ് നോ പാസീവ്. സെക്കൻഡ് റൂൾ ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ്. തേർഡ് റൂൾ വെർബ് ചേഞ്ചസ് നോട്ട് ടെൻസ്. Fourth rule, always use V3 form. And 5th rule, helping verb depends on tense. ഓക്കെ, ആദ്യത്തെ 2 റൂൾ ഒബ്ജക്റ്റിനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ വരുന്ന 2 റൂള് വേർബുമായി ബന്ധപ്പെട്ടതാണ്. 5th റൂള് നമ്മളിപ്പോൾ പഠിച്ചത് ഹെൽപ്പിംഗ് വെർബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം 5 റൂൾസ് 5 കാര്യങ്ങൾ ബന്ധപ്പെട്ട് അങ്ങോട്ട് നമ്മൾ മാറ്റി നിർത്തി നമ്മൾ ഇനി റൂൾ നമ്പർ 6ലേക്ക് പോവാണ്. നമ്മൾ ഒബ്ജക്റ്റ് പഠിച്ചു. സ്ട്രക്ചർ ഒന്നുകൂടി ആലോചിച്ച് നോക്കി. ഒബ്ജക്റ്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഹെൽപ്പിംഗ് വെർബ് നമ്മൾ പഠിച്ചു. ടെൻസ് അനുസരിച്ചാണ് ഹെൽപ്പിംഗ് വെർബ് എഴുതേണ്ടതെന്ന് പഠിച്ചു. V3യും നമ്മൾ പഠിച്ചു. ഇനി ബാലൻസ് കിടക്കുന്നത് ആരൊക്കെയാണ്? ബൈയും ഒരു സബ്ജക്റ്റും അവിടെ ബാലൻസ് കിടക്കുന്നുണ്ട് സ്ട്രക്ചറിൽ, അല്ലേ? അപ്പോൾ അതൊന്ന് നോക്കിയേ. റൂൾ നമ്പർ 6 എന്ന് പറയുന്നത് ബൈ ഈസ് ഓപ്ഷണൽ. ഞാനിവിടെ ഈ സ്ക്രീനിൽ തന്ന പല എക്സാമ്പിളിലും ബൈ ഉണ്ടായിട്ടില്ല. കാരണം ബൈ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ എഴുതിയാൽ മതി ബൈ. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബൈ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് തോന്നും. പക്ഷേ ഏത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ബോത്ത് ആർ കറക്റ്റ് ആണ് സെൻറ്റൻസ്. യൂസിങ് ബൈ ഈസ് നോട്ട് കമ്പൽസറി ഇൻ പാസീവ് വോയിസ്. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയേ. എന്താണ് എക്സാമ്പിള്? ഹി ബോട്ട് ദ കാർ. അപ്പൊ ബോട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഹി ബോട്ട് വാട്ട്? ദ കാർ. എന്താണ് വാങ്ങിച്ചത്? കാറാണ് വാങ്ങിച്ചത്. അപ്പൊ ഒബ്ജക്റ്റും നമുക്ക് കിട്ടി, ദ കാർ ആണ്. സോ നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ ദ കാർ വാസ് ബോട്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്.
ദ കാർ വാസ് ബോട്ട് ബൈ ഹിം എന്ന് പറഞ്ഞാലും ശരിയാണ്. രണ്ട് സെന്റൻസും കറക്റ്റ് ആണ്. അതുകൊണ്ട് ബൈ ഈസ് നോട്ട് കമ്പൽസറി. അതാണ് 6th റൂള്. ഓക്കെ, 6th റൂൾ ഈസ് ബൈ ഈസ് നോട്ട് കമ്പൽസറി. പക്ഷെ ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ബൈ എഴുതിയാൽ നന്നായിരിക്കും എന്നാണ്. ഓക്കെ, സോ 6th റൂള് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 7th റൂളിലേക്ക് പോവാണ്. 7th റൂള്, റൂൾ നമ്പർ 7 എന്താണ്? പ്രൊനൗൺ ചേഞ്ചസ്. പ്രൊനൗൺ ചേഞ്ചസ് when the subject moves to the by phrase. അപ്പം ഞാൻ പറഞ്ഞു ബൈ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ബൈ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ബൈയുടെ തൊട്ടപ്പുറത്തുള്ള ഒരാളെയും കൂടി നിങ്ങൾ ഫില്ല് ചെയ്യണം. അതാരാണ്? പ്രൊനൗണിനെ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹീ ബോട്ട് ദ കാർ, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുക. ഹീ ബോട്ട് ദ കാർ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ? ദ കാർ വാസ് ബോട്ട്. നിങ്ങൾ ഇനി ബൈ എഴുതുന്നുണ്ടെങ്കിൽ ബൈക്ക് ശേഷം അവിടെ ഒരു പ്രൊനൗണിനെയും കൂടി ചേർക്കണം. ആരാണ് കാറ് വാങ്ങിച്ചത് എന്നുള്ള പ്രൊനൗണും കൂടി ചേർക്കണം. ആരാണ് കാറ് വാങ്ങിച്ചത്? നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ഹീ എന്നാണ്. പക്ഷെ അത് പാസീവിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും ഹീ എന്ന് എഴുതരുത്. ദ കാർ വാസ് ബോട്ട് ബൈ ഹീ എന്ന് എഴുതരുത്. പ്രൊനൗൺ ചേഞ്ച് ആവും പാസീവ് വോയിസിൽ വരുമ്പോൾ. ഹീ എന്താവും? ഹീ എന്നുള്ളത് ഹിം ആയി മാറും. അപ്പം ഞാൻ അവിടെ കുറച്ച് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രൊനൗൺ മാറുന്നതെന്ന്. ആക്റ്റീവ് വോയിസിൽ ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ പാസീവ് വോയിസിൽ അതെന്താകും? മീ ആയി മാറും. ഹി, ഹിം, ഷീ, ഹർ, ദേ, ദം, വി, അസ്. ഇനി ചേഞ്ച് ആവാത്ത രണ്ടാൾക്കാരാണ് യു ആൻഡ് ഇറ്റ്. യു തന്നെ ആയിരിക്കും, ഇറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ദേ ഹെൽപ്ഡ് മീ. ദേ ഹെൽപ്ഡ് മീ. സോ മീ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എങ്ങനെയായി മാറും? ഐ ആയി മാറും. ഐ വാസ് ഹെൽപ്ഡ് ബൈ ദം. ഐ വാസ് ഹെൽപ്ഡ് ബൈ ദം. മീ എന്തായി? ഐ ആയി. ഐ വാസ് ഹെൽപ്ഡ് ബൈ ദം ആവും. സോ സബ്ജക്ട് പ്രൊനൗൺ ഒബ്ജക്ട് പ്രൊനൗൺ ആയി മാറും. ദാറ്റ് ഈസ് റൂൾ നമ്പർ 7. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ റൂൾ നമ്പർ 7 എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്ന്. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 7 ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു റൂൾ നമ്പർ 8. നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ടെൻസിൽ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ഒരു ടെൻസ് ഉണ്ട് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആവാം, പാസ്റ്റ് കണ്ടിന്യൂസ് ആവാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവാം. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് നീഡ്സ് ബീയിങ്. എങ്ങനെയാണ് കണ്ടിന്യൂസ് ടെൻസിനെ കണ്ടുപിടിക്കുന്നത്? ING ഫോം ഉണ്ടെങ്കിലാണ് അതിനർത്ഥം കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന്. അപ്പോൾ ING ഫോം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാം? ബീയിങ് എഴുതാം. ഓക്കെ, ഇതൊരു വെരി കോമൺ ആയിട്ടുള്ള ഒരു എക്സാം മിസ്റ്റേക്ക് ആണ് കേട്ടോ എല്ലാവരും വരുത്തുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ദ ആക്റ്റീവ് സെന്റൻസ് ഈസ് ഇൻ കണ്ടിന്യൂസ് ടെൻസ് ദ പാസീവ് വോയിസ് മസ്റ്റ് യൂസ് ബീയിങ്. ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ അത് എന്ത് ടെൻസ് ആണ്? ഈസ് റൈറ്റിംഗ് ആണ്. സോ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആക്റ്റീവ് വോയിസ് ഈസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ്. അതെങ്ങനെ നമ്മൾ പാസീവിലേക്കാക്കും? എ ലെറ്റർ. പ്രസന്റ് ആയതുകൊണ്ട് ഈസ് അങ്ങനെ തന്നെ ഇരിക്കും. ഈസ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്ത് ചേർക്കണം? ബീയിങ്. എ ലെറ്റർ ഈസ് ബീയിങ്. എന്നിട്ട് റൈറ്റിന്റെ V3 റിട്ടൺ ബൈ ഹർ. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹർ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഹി വാസ് ക്ലീനിങ് ദ റൂം. ഏത് ടെൻസിലാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. എങ്ങനെ മനസ്സിലായി? വാസു ഉണ്ട്, ING ഫോമും ഉണ്ട്. ഓക്കെ, വാസ് വന്നാൽ പാസ്റ്റ് ടെൻസ് ആണ്, ING ഫോം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. സോ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതെങ്ങനെ മാറും? ദ റൂം വാസ് ബീയിങ് ക്ലീൻഡ് ബൈ ഹിം. ദ റൂം വാസ് ബീയിങ് ക്ലീൻഡ് ബൈ ഹിം. സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കണ്ടിന്യൂസ് ടെൻസ് നീഡ്സ് ബീയിങ്. ബീയിങ് ഈസ് കമ്പൽസറി ഇൻ കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, now let's move to rule number 9. Rule number 9 is modal verbs. Modal verbs ഏതൊക്കെയാണെന്ന് അറിയോ? എത്ര മോഡൽ വെർബ്സ് ഉണ്ടെന്നറിയോ? മോഡൽ വെർബ്സ് എന്ന് പറയുന്നത്
ഒരു 12 മോഡൽ വേർബ്സ് ഉണ്ട്. അത് ക്യാന്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്യാന്, മേ, മസ്റ്റ്, ഷുഡ്, കുഡ്, അതൊക്കെയാണ് നമ്മുടെ മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ നിങ്ങൾ നോക്കുമ്പോൾ സെന്റൻസിൽ മോഡൽ വേർബ് ക്യാൻ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യണ്ടേ? മോഡൽ വേർബ് പ്ലസ് ബി പ്ലസ് V3. എവിടെ മോഡൽ വേർബ് കണ്ടോ അതിൻ്റെ കൂടെ ബി ചേർക്കണം. ഓക്കെ, if the sentence has a modal verb like can, may, must, should, the structure is always modal plus B plus V3. അവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഷീ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. ഷീ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ അവസാനത്തേക്കായിട്ടോ, റൂളിൻ്റെ അവസാനത്തേക്കായി. അപ്പോൾ ഇപ്പോൾ തനിയെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഒബ്ജക്റ്റിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടണം. ആരാണ് ഒബ്ജക്റ്റ്? ദ വർക്ക് ആണ് ഒബ്ജക്റ്റ്. ഇനി മോഡൽ വേർബ് ആണ് അവിടെ തന്നിരിക്കുന്നത്. സോ മോഡൽ വേർബിന്റെ കൂടെ ബി ചേർക്കുക. ദ വർക്ക് ക്യാൻ ബി. ഇനി കംപ്ലീറ്റിന്റെ V3 കംപ്ലീറ്റഡ്. ബൈ വേണമെങ്കിൽ ബൈ ചേർക്കാം. ബൈ ചേർത്ത് കഴിഞ്ഞാൽ ഷീ എന്നുള്ളത് ഹെർ ആവും. ദ വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ ഹെർ. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കിയേ. യു മസ്റ്റ് ഫോളോ ദ റൂൾസ്. യു മസ്റ്റ് ഫോളോ ദ റൂൾസ്. അതിൽ മസ്റ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതൊരു മോഡൽ വേർബ് ആണ്. സോ എങ്ങനെയാണ് പാസീവിലേക്ക് ആവുന്നത്? ദ റൂൾസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ യു. ഞാൻ നേരത്തെ പറഞ്ഞു യു തന്നെ ആവുള്ളൂ, യുക്ക് മാറ്റമൊന്നുമില്ല. ദ റൂൾസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ യു. ഫോളോന്റെ V3 ആണ് ഫോളോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മോഡൽ വേർബ്സ് വന്നു കഴിഞ്ഞാൽ മോഡൽ വേർബ്സിന്റെ കൂടെ ബി ചേർക്കണം. ബി കഴിഞ്ഞ് V3 ചേർക്കണം. ഓക്കെ, സോ നമ്മൾ 9 റൂൾസും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും റൂൾസ് എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇത് വളരെ ഈസിയാണ്. ഓക്കെ, ഒന്ന് ഓർഡറിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. റൂൾ നമ്പർ 10 എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ സെന്റൻസുകളും നമുക്ക് പാസീവിലേക്ക് ആക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ചില സെന്റൻസുകൾ നമുക്ക് പാസീവിലേക്ക് ആക്കാൻ പറ്റില്ല. അതിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ്? there is no object. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പാസീവിലേക്ക് ആക്കാൻ പറ്റില്ല. ഇൻട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർബിൽ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാസീവിലേക്ക് ആക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഡമ്മി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് അവിടെ ആക്ഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇറ്റ് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളവിടെ ചുമ്മാ ഒന്ന് വെച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു ഡമ്മി സബ്ജക്റ്റ് ആണ്. ഡമ്മി സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പാസീവിലേക്ക് ആക്കാൻ പറ്റില്ല. അങ്ങനെ ചില കാര്യങ്ങൾ, ചില പൊസഷൻ വേർബ്സ് പറയുമ്പോൾ നമുക്ക് മാറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങൾ, ചില സെന്റൻസുകൾ വരുമ്പോൾ നമുക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കാനായിട്ട് പറ്റില്ല. എല്ലാ സെന്റൻസും മാറ്റാൻ പറ്റും എന്ന് വിചാരിക്കരുത്. എന്നാലും നിങ്ങൾക്ക് എക്സാമിന് തരുന്ന എല്ലാ സെന്റൻസും പാസീവിലേക്ക് മാറ്റാൻ പറ്റുന്ന സെന്റൻസ് തന്നെ ആയിരിക്കും. സോ ആദ്യത്തെ 9 റൂൾസ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസീവിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. 10th റൂള് നിങ്ങൾക്ക് എവിടെയൊക്കെ പാസീവിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും റൂൾസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ ഇത്രയും നേരം പറഞ്ഞ എല്ലാ റൂൾസും ഒന്ന് ഒരുമിച്ച് എഴുതി കാണിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എക്സാമിന് മുന്നേ ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ 10 റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കാൻ അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ കൂടി പഠിക്കട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ആണോ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയുകയും വേണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു, അടുത്ത വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, so if you found this video useful, please like, share and subscribe to Learn with Vidya. Thank you for watching.